ഇൻസ്റ്റയിൽ ഏതോ ഒരുത്തൻ്റെ റോസാപ്പൂ വരുന്നു, അപ്പോഴേക്ക് പെൺകുട്ടി വിജൃംഭിതയാകുന്നു. ഒരു റോസാപ്പൂ വിട്ടവൻ ഒരു കൊട്ട റോസാപ്പൂ അങ്ങോട്ട് അയച്ചു കൊടുക്കണത്. അപ്പോൾ അവൻ്റെ ഭാഗം ഒരു മുന്തിരിക്കോല അങ്ങോട്ട് വരണത്, അങ്ങോട്ട് നല്ലൊരു വത്തക്കയുടെ പകുതി പീസോട് വിട്ട് കൊടുക്കണത്. പിന്നെ മെസ്സേജുകളാകുന്നു, പിന്നെ ഫോട്ടോസ് ആകുന്നു. ഫോട്ടോ പിന്നെ അടിയിൽ നിന്നൊക്കെ എടുക്കൽ തുടങ്ങണ്. ക്ഷമിക്കണം, എന്നെ അത് പറയാൻ സമ്മതിക്കണം. ഇനി ഞാൻ രാവിലെ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ വശപ്പഴകുണ്ട് എന്ന് അയാൾക്ക് തോന്നി. പലപ്പോഴായിട്ട് ചോദിച്ചു, നീ ആരോടായി സംസാരിക്കണത്, നീ ആരോടായി മെസ്സേജ് വിട്ട് കളിക്കണത്? അവർ നിഷേധിച്ചു. അങ്ങനെ ഒരു പരിപാടിയല്ല, എൻ്റെ അമ്മനോടാ എൻ്റെ ആങ്ങളനോടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായി വയലൻ്റായി. പക്ഷെ അദ്ദേഹത്തിന് സംശയം വിട്ടില്ല. അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തായ കമ്പ്യൂട്ടർ വിദഗ്ധനെ സമീപിച്ച് അയാൾ പറഞ്ഞ പൈസ കൊടുത്തിട്ട് ഇവളുടെ ഫോൺ നമ്പർ ഹാക്ക് ചെയ്യാൻ പറഞ്ഞു. ആ ചങ്ങാതി മനോഹരമായി അത് ചെയ്തു. അപ്പോൾ ഇവൻ സംശയിച്ചതുപോലെ ഒരു ചങ്ങാതിയോട് നിരന്തരമായി ചാറ്റ് ചെയ്യുന്നു. അവൻ ഇവളെ മനോഹരമായി ചീറ്റ് ചെയ്തിരിക്കുന്നു. വൃത്തികെട്ട ഫോട്ടോസ് മൊത്തം അഴിച്ചു കൊടുത്തിരിക്കുന്നു. അവൻ്റെത് ഇങ്ങോട്ടും വന്നിരിക്കുന്നു. ഞാൻ പണ്ടൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതുപോലെ വൺസ് അപ്പോൺ എ ടൈം പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ള കഥ അല്ല പറയണത്. വ്യാഴാഴ്ച രാവിലെ എന്നെ വിളിച്ച ആലപ്പുഴക്കാരൻ സുഹൃത്ത് അല്ലെങ്കിൽ ആ ഒരു സഹോദരൻ എന്നോട് പച്ചക്ക് വിശദീകരിച്ചൊരു കാര്യം, ഇതിലെങ്ങനെ ഇടപെടണം എന്നാണ് അവൻ എന്നോട് ചോദിക്കുന്നത്. എൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട് അത്രേ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തോ ഒരു ഗുണം കിട്ടുന്ന അയാൾക്ക് തെറ്റിദ്ധരാനുണ്ടാവും. കഥ കഴിഞ്ഞില്ല. ഈ ഹാക്കർക്ക് തോന്നി എന്നാൽ ഇവളോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങാതിൻ്റെ ഫോണൊന്ന് ഹാക്ക് ചെയ്യണം. പൈസ ഒന്നും ഇല്ലാതെ അവനത് ഹാക്ക് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ മനസ്സിലാക്കണം, 100 ചില്ലാനം പെണ്ണുങ്ങളുടെ ഇതേപോലെയുള്ള വൃത്തികെട്ട ഫോട്ടോസും ചാറ്റിങ്ങും ചീറ്റിങ്ങും നിറഞ്ഞു നിൽക്കുന്നു അവൻ്റെ ഫോണിൽ. അവൻ്റെ സുഹൃത്തുക്കൾക്ക് അവൻ ഷെയർ ചെയ്തിരിക്കുന്നു. പലർക്കും ഒന്നുകൂടെ കിട്ടിയടാന്നും പറഞ്ഞിട്ട് അവൻ മെസ്സേജ് വിട്ടിരിക്കുന്നു. 100 പെണ്ണുങ്ങളുടെ മാനം, ആത്മാഭിമാനം, കുടുംബജീവിതം, സമൂഹത്തിലുള്ള മാന്യതയെല്ലാം അവനെ ആശ്രയിച്ച് അവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. വത്തൊക്കെ വരുമ്പോൾ തിരിച്ച് തേങ്ങാക്കൊല വിടുമ്പോൾ ഇതങ്ങോട്ട് തോന്നൂല. ഈ ഉസ്താദ്മാർക്ക് ഇതന്നെ പറയാനുള്ളൂ എന്നുള്ളത് ചിലപ്പോൾ തോന്നിപ്പോകും. വായന ആ പരിപാടിയില്ല, ഖുർആനോ തീരെയില്ല, ദിക്ർ ചൊല്ലൽ എടുത്തുപോയി. പിന്നെന്താ പരിപാടി? രാവിലെ മുതൽ വൈകിട്ട് വരെ തോണ്ടിക്കളിച്ചുകൊണ്ടിരിക്കുക. എത്ര മനോഹരമായി ബിരിയാണി നിർമ്മിക്കുന്നവരാണ് ഈ മറയ്ക്കപ്പുറത്തുള്ളവർ. അത് പണ്ട്. ഇപ്പോൾ ബിരിയാണി നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കിച്ചൺ 2 മണിക്കൂർ കാണണമെന്ന് വന്നാൽ ഈ 2 മണിക്കൂർ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ആരോട് സമാധാനം പറയും? കേരളത്തിലെ യുവാക്കൾ 4 മണിക്കൂറോളം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ട്. 4 മണിക്കൂർ ജീവിതത്തിൽ നിന്ന് 4 മണിക്കൂർ, 24 മണിക്കൂറിൽ 4 മണിക്കൂർ ഫോണിന്. നമ്മുടെ ജീവിതം എത്ര ശുഷ്കായി പോകും? അല്ലാഹു 60 വർഷം നമുക്ക് ജീവിതം നൽകുന്നുവെങ്കിൽ ഡെയിലി 4 മണിക്കൂർ വീതം തോണ്ടിക്കളിക്കാനും മൊബൈൽ ഫോണിൽ പേ നോക്കാനും മാറ്റിവെച്ചാൽ പിന്നെ എത്ര അവശേഷിക്കുന്നുണ്ടാവും ആഖിറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഇൽമു ചെയ്യാൻ, ഇൽമു പഠിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ? മസ്കറ്റിലെ കാബൂസ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. അവർ പറയുന്ന ഒട്ടുമിക്ക കുടുംബ വിച്ഛേദങ്ങളുടെയും കാരണം ഭാര്യയും ഭർത്താവും ഉമ്മയും മക്കളും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം മൊബൈലാണെന്നാണ്. പരസ്പരം സംസാരിക്കാൻ ഒഴിവില്ലേ? മകനോടും മകളോടൊപ്പം ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ മാതാവിനും പിതാവിനും ഒഴിവില്ലേ? നേരത്തെ നിസ്കരിച്ച് ഹദ്ദാദൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തും. മൂപ്പര് ഫോൺ എടുത്തിട്ട് മൂപ്പർക്ക് വരുന്നിടത്ത് കൂടും. ഇയാൾ വന്നതുപോലും അറിയാതെ ഉമ്മാൻ്റെ ഫോണിലായിരിക്കും. മക്കളൊക്കെ ഓരോരുത്തരുടെ ഫോണിലുമായിരിക്കും. നെറ്റുള്ള ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ എല്ലാവർക്കും കാണാവുന്ന കോമൺ റൂമിലും ഹാളിലും വെച്ച് മാത്രമാക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങളുടെ പകുതി ഒരു കൊല്ലം കൊണ്ടില്ലാതെയാകും. കോമൺ ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ചിലപ്പോൾ സയൻസൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ കമ്പ്യൂട്ടറിൽ നെറ്റ് വേണ്ടി വരും. ആ കമ്പ്യൂട്ടർ ഡൈനിങ് ഹാളിലാണ് വെക്കേണ്ടത്. കുറച്ചും കൂടി നല്ലത് സിറ്റ് ഔട്ടിലാണ്. രാത്രി റൂമടച്ച് ഒരാളും ഫോൺ കൊണ്ട് അകത്തു പോകരുത് എന്ന് കട്ടായം പറയാൻ വാപ്പയാണോ? സാധിക്കണം.
വാപ്പയാണെങ്കിൽ സാധിക്കണം, ഉമ്മയാണെങ്കിൽ സാധിക്കണം. വീട്ടിലുള്ള മൊത്തം ഫോണുകൾ കൊണ്ടുവരുമെന്ന് പറയണം ഒരു 6 മണിക്ക്, വൈകിട്ട് 6 മണിക്ക്. അതിനുവേണ്ടി ഒരു തട്ട് വേണം, എല്ലാം അതിൽ വെക്കാൻ പറയണം, സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയണം, സൈലൻ്റ് ആക്കാൻ പറയണം, ഡോണ്ട് ഡിസ്റ്റർബ് ആക്കാൻ പറയണം. അത്ര അർജൻറ്റുള്ള കേസാണെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു ഫോണിലേക്ക് വിളിക്കട്ടെ. ഈ സാധനം ഒരു മാനസിക രോഗമായി മാറുന്നു. എന്താ റേഞ്ച് വരാത്തു എന്നുള്ള ചിന്ത, എന്താ ആരും വാട്സപ്പിൽ ബന്ധപ്പെടാത്തു എന്നുള്ള ചിന്ത. പഠിക്കാനിരിക്കുകയാണ് പെൺകുട്ടി, ഈ സാധനം അടുത്ത് കുത്തിവെച്ചിക്കണ്. ഇടക്കിടക്കുള്ള നോക്കണത് അവളുടെ ലവറോ ബെസ്റ്റിയോ ഒക്കെ എന്താ ഒന്നും വിടാത്തത് എന്നാണ്. ഇടക്കിടക്ക് നോക്കുകയാണ്. ഈ സമയം MC² ആപേക്ഷിക സിദ്ധാന്തം പഠിക്കുമ്പോൾ ഇടക്കിടക്ക് എടുത്ത് നോക്കുക, എന്താ ഒന്നും വിടാത്തത്. അതിൻ്റെ ഇടയിൽ ദേ വരുന്നു റോസാപ്പൂ, ഓളൊരു സന്തോഷം. ഇതിനിടയിൽ എവിടെ പഠിക്കാൻ പറ്റുക? എവിടെയാണ് പഠിക്കാൻ പറ്റുക? സയൻസിൻ്റെ വളരെയേറെ ഡീപ്പായി പഠിക്കേണ്ട, ടൈം എടുത്ത് പഠിക്കേണ്ട, ശ്രദ്ധ വേണ്ട മസാലകൾ പിന്നെ എങ്ങനെ പഠിക്കാൻ പറ്റും? വിദ്യാഭ്യാസപരമായി വളരെ ബാക്ക് പോകുന്നു. ധാർമ്മിക വശങ്ങൾ മാറ്റിവെക്കൂ, അതിൻ്റെ മതം മാറ്റിവെക്കൂ. നമ്മൾ 4 മണിക്കൂർ ഈ സാധനത്തിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ പരീക്ഷയിൽ ജയിക്കുക? ഒരു കച്ചവടക്കാരൻ 4 മണിക്കൂർ ഇതിൽ കൂടുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ കച്ചവടത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? ഒരു ഉദ്യോഗസ്ഥൻ 4 മണിക്കൂർ ഇതിൽ കൂടുമ്പോൾ എങ്ങനെയാണ് അവന് ഉദ്യോഗത്തോട് നീതി കാണിക്കാൻ കഴിയുക? ഒരു മാനേജർ 4 മണിക്കൂർ ഡയലി ഇതിമ കൂടുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ സ്ഥാപനം അവന് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? എങ്ങനെ അവന് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? എല്ലാവരും ഇതിൽ തന്നെ കാണുന്നത് മൊത്തം ഒരു നിലക്കും ഉപകാരമില്ലാത്തത്. ചില പ്രത്യേക കോമാളികളൊക്കെ ഉണ്ട്, അവരിങ്ങനെ ചാടും, കളിക്കും, തല്ലും, ചാടി തലക്കടിച്ച് കൊല്ലാനാക്കും. ഇതൊക്കെ കണ്ട് ഫാൻസായി വളരുക നമ്മുടെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ എല്ലാവരും. എന്നിട്ട് അവർ പറയണതാണ് ഇപ്പോൾ അവർക്ക് തെളിവ്. ഡാഷ് പറഞ്ഞതുപോലെ എന്നും പറഞ്ഞ് അതാ ഉദ്ധരിക്കുന്നത്. എന്ത് മെസ്സേജാണ് ഇവരൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? നമ്മളൊന്ന് ഉയർന്ന് ചിന്തിക്കൂ. എന്ത് മെസ്സേജാണ് ഇവർ നമ്മുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? വാപ്പാൻ്റെ പേര് വിളിക്കണം എന്നാണ് ഒരു വിഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ ഒപ്പാന്നൊക്കെ വിളിച്ചിരുന്ന നമ്മുടെ മക്കളെ വാപ്പാനെ മുഹമ്മദേ എന്ന് വിളിപ്പിക്കാൻ ശീലിപ്പിക്കുകയാണ് ഇവർ. ഞാൻ നേരിട്ട് അനുഭവിച്ചു. ഒരു വല്യപ്പനെ ചെറിയൊരു പെൺകുട്ടി, വളരെ ചെറിയ പെൺകുട്ടി, കഷ്ടിച്ച് 2 വയസ്സ് 3 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവിടെ വാട ശൈത്താനെ എന്ന് വിളിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടു. ഒരു വല്യപ്പനെ യാദർച്ഛികമായിട്ട് കേട്ടുപോയത്. ഞാൻ കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ജാള്യം, വല്ലാത്തൊരു വിഷമം. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത് കരുതിയിട്ട് ഞാനത് കേൾക്കാത്തതുപോലെ അങ്ങോട്ട് നടന്നുപോയി. 3 വയസ്സുള്ള പെൺകുട്ടിക്ക് എങ്ങനെ വല്യപ്പാനെ ഇവിടെ വാട ശൈത്താനെ എന്ന് വിളിക്കാൻ പറ്റുക? അവിടെ തിരിഞ്ഞ് കളിക്കലടാ മൊയന്തേന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഇതാണ് വിളിച്ച് കേൾക്കുന്നത്. വാപ്പാനെ നേരെ ടൈറ്റ് പേരോ വിളിക്കണം. ഉമ്മാനെ പറ്റിച്ച് വാപ്പാൻ്റെ കള്ളപ്പുതിയണ്ണിനോട് സോപ്പടിച്ച് നിൽക്കാൻ മോനെ ഉപയോഗപ്പെടുത്തുക. കള്ളപ്പുതിയണ്ണിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ സ്വന്തം മോനെ കൊണ്ടുപോവുക, അവൻ സെലക്ട് ചെയ്ത കേക്ക് മേടിക്കുക. ഇതൊക്കെ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഇതൊക്കെ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താ? നമ്മൾ ഉറക്കാലോചിക്കണ്ടേ? അതിൻ്റെ മതപരമായ വിഷയം മാറ്റിവെക്കൂ. സാമൂഹികമായി നമുക്കൊരു ജീവിതമല്ലേ, സാമൂഹികമായൊരു ജീവിതമല്ലേ, ആരോഗ്യം സംരക്ഷിക്കേണ്ടതല്ലേ, ജോലി പ്രധാനമല്ലേ, സമ്പത്ത് ആവശ്യമല്ലേ? എല്ലാവരും ഇതിൽ കൂടിയാൽ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഇതിലായാൽ, സദാസമയം ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ, പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് വരെ ബസ്സെത്തി കിട്ടാൻ 2.25-2.5 മണിക്കൂർ എടുക്കും. പലപ്പോഴും ആ ബസ്സിൽ കയറുന്നയാളാണ് ഞാൻ. തൊട്ടടുത്തുള്ള സീറ്റിൽ വന്നിട്ടൊക്കെ കോഴിക്കോട് എത്തോളം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കാണും, സങ്കടം തോന്നും. അവിടെ എത്തോളം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയാലും ഇതൊരു ഫിനിഷിലേക്ക് എത്തലില്ല. അങ്ങനത്തെ ചില ഗെയിമുകളുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സ്വയം തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരിക്കലും ഫിനിഷിലെത്തൂല. ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ലക്ഷ്യമല്ല, പൊട്ടിച്ചുകൊണ്ടിരിക്കണ്. അപ്പോൾ ഒന്നിച്ച് വീണ് ബൂം എന്ന് പറഞ്ഞ് വീണ്, പിന്നെ ക്രാക്ക് എന്ന് പറഞ്ഞ് ഒന്നിച്ച് വീണ്, ഇങ്ങനെ മൊത്തം പൊട്ടിച്ചാടിയാലും അതൊരു എൻഡിലേക്ക് എത്തൂല. കാര്യം അത് സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ലക്ഷ്യമല്ലാതെ ഇങ്ങനെ സമയം കളയുന്നത് നമുക്ക് എന്തൊരു പുരോഗതിയാണ് ഉണ്ടാക്കുക. ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് കാരണം 1700 ചില്ലാനം കുട്ടികൾ
മരണപ്പെട്ടത് ആത്മഹത്യ ചെയ്തത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ പോലും ഒരു കുട്ടി ബ്ലൂ വെയിൽ കളിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മതപരമായ വിഷയങ്ങൾ നമുക്കൊക്കെ അറിയണതാണ്. തൽക്കാലം അതങ്ങനെ സ്വീകരിക്കാൻ തൽക്കാലം നിങ്ങൾ മുതിരേണ്ട, മതം അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ സാമൂഹികമായ വശങ്ങളും വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇറങ്ങിപ്പോണത് മാതാവിനെയും പിതാവിനെയും ഭത്സിച്ചുകൊണ്ട് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.